നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ H-1B വിസ ഫീസ് പ്രാബല്യത്തിൽ. പുതിയ അപേക്ഷകൾക്ക് നൽകേണ്ടത് $1,00,000. ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ. സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബിട്ട് പാകിസ്ഥാൻ. ഖൈബർ പക്തൂഖയിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടു. ഭക്തിസാന്ദ്രമായി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം. പിണറായിയും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളെന്ന് കെ അണ്ണാമലൈ. ദൈവമില്ലെന്ന് പറഞ്ഞവർ ഗീത പറയുന്നുവെന്നും കമ്മ്യൂണിസം മധുരം കലർന്ന വിഷഗുളികയെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ അന്വേഷണം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനം. അന്വേഷണം നീതിയുക്തമാണോ എന്ന് പരിശോധിക്കും. പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ പുറത്തുവരുന്നതിന് രൂക്ഷ വിമർശനം. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിനകം. PSG സ്ട്രൈക്കർ ഉസ്മാനെ ഡംബാലെ സാധ്യത പട്ടികയിൽ മുന്നിൽ. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശങ്കയായി US ഏർപ്പെടുത്തിയ പുതിയ H-1B വിസ ഫീസ് പ്രാബല്യത്തിൽ വന്നു. പുതിയ അപേക്ഷകർക്ക് $1,00,000, അതായത് ഇന്ത്യൻ രൂപ 78 ലക്ഷം രൂപയാണ് ഫീസായി ചുമത്തിയിരിക്കുന്നത്. ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. നിലവിലെ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു. ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വിശദീകരണ കുറിപ്പ് ഇറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ്. പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ്. തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അതേസമയം അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഇന്ത്യ തുടർ നടപടികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാവുകയെങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധനവ് ബാധിക്കുമെന്നുറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വിസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. അധിക തീരുവ, H-1B വിസ നിരക്ക് തുടങ്ങിയ പ്രതിസന്ധികൾക്കിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയും ഇന്ത്യ-അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ച നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പമുണ്ട്. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്ക സന്ദർശനം. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂഖയിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പേർ കൊല്ലപ്പെട്ടു. ചിറ താഴ്വരയിലെ മത്രേദാര ഗ്രാമത്തിലാണ് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ 8 LS-6 ബോംബുകൾ വർഷിക്കുകയായിരുന്നുവെന്നാണ് വിവരം. കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. പരിക്കേറ്റ കുട്ടികളെയും നാശനഷ്ടങ്ങളുടെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയിൽ ഈ വർഷം ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ 605 ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായത്. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ അന്വേഷണം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനം. അന്വേഷണം നീതിയുക്തവും വേഗത്തിലുമാണോ എന്നാണ് കോടതി പരിശോധിക്കുക. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം ചോരുന്നതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അപകടത്തിന് കാരണം പൈലറ്റിന് പിഴവാണെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾക്ക് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഇന്ധനമായെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N. കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. അന്തിമ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി വ്യക്തമാക്കി. 2025 ജൂൺ 12-നുണ്ടായ അപകടത്തിൽ 260 പേരാണ് കൊല്ലപ്പെട്ടത്. നാസ്തിക ഡ്രാമാചാരികളാണ് പിണറായിയും സ്റ്റാലിനുമെന്ന് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ.
പന്തളത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അണ്ണാമലൈ. ജനസഹസ്രങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ഉദ്ഘാടന സഭയിലും തുടർന്ന് നടന്ന സെമിനാറുകളിലും വൻ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ശബരിമല കർമ്മസമിതി പ്രസിഡന്റ് KP ശശികല ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സഭ വാഴൂർ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ വിസിറ്റ് കുവൈറ്റ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നവംബർ 1 മുതൽ ആരംഭിക്കും. വിവരസാങ്കേതിക മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ ആധുനിക വിനോദ കേന്ദ്രമായി പരിവർത്തിപ്പിക്കാനും സന്ദർശകർക്ക് മികച്ച യാത്രാനുഭവം പകരാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിൽ നടന്ന ലീഡർഷിപ്പ് ബൈവിൽ എന്ന ദേശീയ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കുന്ന ഒരു ഏകീകൃത സംവിധാനമാണ് വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോം. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഗതാഗതം, വിനോദം, കായികം എന്നിവയുമായി ബന്ധപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തത്തിന് ഇത് വഴി തുറക്കും. ടൂറിസം മേഖലയുടെ ഡിജിറ്റൽ വികസനത്തിന് പ്ലാറ്റ്ഫോം സഹായിക്കുമെന്നും അൽ മുതൈരി പറഞ്ഞു. കുവൈറ്റിൽ ജോലിക്കിടയിൽ സംഭവിക്കുന്ന അപകടങ്ങളും മരണവും സംബന്ധിച്ച ക്ലെയിമുകൾ അവലോകനം ചെയ്യുന്നതിനായി നീതിന്യായ മന്ത്രാലയം 3-അംഗ സമിതി രൂപീകരിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് ജോലിക്കിടയിലുണ്ടാകുന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരം അപ്പീൽ കോടതി ജഡ്ജി ഖാലിദ് അൽ ഖറാഫിയുടെ അധ്യക്ഷതയിലുള്ള സമിതി അവലോകനം ചെയ്യും. സമിതിയിൽ ധനകാര്യ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽ ഷഫാലിയും ഫത്വ നിയമനിർമ്മാണ വകുപ്പിനെ പ്രതിനിധീകരിച്ച് കൗൺസിലർ നൂറ നാസർ അൽ റൌദാനും അംഗങ്ങളായിരിക്കും. ജോലിക്കിടയിലോ അതുമൂലമോ ഉണ്ടാകുന്ന മരണത്തിനോ വൈകല്യത്തിനോ ഉള്ള നഷ്ടപരിഹാര ക്ലെയിമുകൾ ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പരിശോധിക്കുക. തുടർന്ന് അവ നഷ്ടപരിഹാര കമ്മിറ്റിക്ക് സമർപ്പിക്കും. കൂടാതെ കേസുകളെക്കുറിച്ചുള്ള സമിതിയുടെ അഭിപ്രായം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടും സമർപ്പിക്കും. ഇവയുടെ വേഗത്തിലുള്ള പരിഹാരം ഉറപ്പാക്കുന്നതിന് അതിന്റെ പ്രവർത്തന രീതിയും സംവിധാനവും സമിതി നിർണ്ണയിക്കും. കുവൈറ്റിൽ കോവിഡ് വാക്സിനുകൾക്ക് സമാനമായി RSV വാക്സിനും ലഭ്യമാക്കും. റെസ്പിറേറ്ററി സിറ്റിയൽ വൈറസ് വാക്സിനും മോണോക്ലോണൽ ആന്റിബോഡികളും രാജ്യത്തെ പ്രതിരോധ കുത്തിവയ്പ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി തീരുമാനിച്ചു. വൈറസ് പ്രധാനമായും ശരത്കാലത്തും ശൈത്യകാലത്തും പടർന്നു പിടിക്കുന്നതാണ്. ഇത് കുട്ടികളിൽ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ വാക്സിൻ രോഗം പടരുന്നത് തടയാനും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കുറയ്ക്കാനും ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഉംറ തീർത്ഥാടക വിസയിൽ സൗദി അറേബ്യയിലെത്തി 70 ദിവസം പിന്നിട്ടവർ തങ്ങളുടെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് നുസ്ക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഉംറ വിസ കമ്പനി ഉടമകൾ ട്രാവൽ ഏജന്റുമാരെ അറിയിച്ചു. ഉംറ വിസയിലെത്തിയവർ 90 ദിവസത്തിനകം രാജ്യം വിടണമെന്നത് നിർബന്ധമാണെന്നും ഇക്കാര്യം നിർബന്ധമായും പാലിക്കണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ 23-ന് സൗദി നാഷണൽ ഡേ രാജ്യത്ത് വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സ്വദേശികളും വിദേശികളും. 1932 സെപ്റ്റംബർ 23-നാണ് ചെറു രാജ്യങ്ങളായിരുന്ന രാജ്യത്തെ ഏകീകരിച്ച് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സൗദിയിലെ പ്രധാന നഗരങ്ങളിലെ തെരുവുകളെല്ലാം ഹരിതപാതകൾ സ്ഥാപിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നാളെ സൗദിയുടെ ദേശീയ ദിനാഘോഷത്തിന് വിവിധ ഭാഗങ്ങളിൽ വ്യോമാഭ്യാസ പ്രകടനങ്ങളും ബീച്ചുകളിൽ കപ്പലുകളും ബോട്ടുകളും അണിനിരക്കുന്ന സമുദ്ര പ്രകടനങ്ങളും നടക്കും. നാളെ രാത്രി 9 മണിക്ക് 14 നഗരങ്ങളിൽ ഒരേ സമയം വെടിക്കെട്ടും ഉണ്ടാകും. വിവിധ പ്രവാസി സംഘടനകൾ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. സൗദിയുടെ 95ാമത് ദേശീയ ദിനാഘോഷ വേളയിൽ സൗദി അറേബ്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു ലുലു. അൽ ഖോബർ ന്യൂ കോർണീഷ്യൽ സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീർത്ത ഏറ്റവും വലിയ ഷാറ്റേർഡ് ഗ്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. ദേശീയ ദിന ആഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി ഖോബർ മുനിസിപ്പാലിറ്റിയുടെയും യൂണിലിവറിന്റെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത്. രാജ്യത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ഗ്ലാസ് ആർട്ട് ഖോബർ മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിച്ചു. നൂതനവും വേറിട്ടതുമായ ഷാറ്റേർഡ് ഗ്ലാസ് പെയിന്റിംഗ് സൃഷ്ടികളിലൂടെ പ്രശസ്തനായ സൗദി ദൃശ്യ കലാകാരൻ അസീൻ അൽ മുഗ്ലൌത്താണ് ഈ അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത്. ചടങ്ങിൽ അൽ ഖോബർ മുനിസിപ്പാലിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നെയ്ഫ് അൽ സുവൈ, സുൽത്താൻ അൽ ഒതൈബി, ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഷംനാസ് പള്ളിക്കണ്ടി തുടങ്ങിയ വിശിഷ്ടാതിഥികളും മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. യൂണിലിവറും കൂടി ചേർന്ന് 95th നാഷണൽ ഡേ 95ാമത്തെ സൗദിയുടെ നാഷണൽ ഡേയോടനുബന്ധിച്ച് സൗദിയുടെ ചരിത്രത്തിലെ 3ാമത്തെ ശ്രമമാണ് ഞങ്ങൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ഞങ്ങളുടെ എഫേർട്ട്, ഞങ്ങളുടെ ട്രൈ അത് 3ാമത്തേതും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്.
അതോടൊപ്പം ഞങ്ങളുടെ ഈ ടീം ഇത് ലീഡ് ചെയ്തത് ഒരു പെൺകുട്ടി, ഒരു സൗദി പെൺകുട്ടിയാണ് സന. അവരുടെ ടീം ആണ് ഇതിനുള്ള എഫർട്ട് മുഴുവൻ എടുത്തത്. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് അന്നം നൽകിയ രാജ്യത്തിന് ജീവരക്തം സമ്മാനം എന്ന പ്രമേയവുമായി വർഷങ്ങളായി KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സൗദിയിലെ എല്ലാ സെൻട്രലുകളിലും രക്തദാന ക്യാമ്പ് നടന്നു. KMCC ജിസാൻ സെൻട്രൽ കമ്മിറ്റിയും 95ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജിസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ ജിസാനിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത് രക്തം നൽകി. ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷംസു പൂക്കോട്ടൂർ സാഹിബ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ ഡയറക്ടർ സാബിരി എഹ്ഗാവി, ജിസാൻ KMCC സ്ഥാപക നേതാവ് MA അസീസ് ചേളാരി തുടങ്ങിയവർ രക്തദാന ക്യാമ്പിന് ആശംസകൾ നേർന്നു. സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിലെ കുടിശ്ശിക തീർക്കാത്തതിനാൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് കാണിച്ച് വിതരണക്കാർ കത്ത് നൽകി. 152 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാത്ത പക്ഷം അടുത്ത മാസം 5-ന് ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ തിരികെ എടുക്കുമെന്നാണ് മെഡിക്കൽ കോളേജിനടക്കം കത്ത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം കാർഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഉപകരണം വിതരണം ചെയ്ത കമ്പനികളുടെ കുടിശ്ശിക തീർക്കാത്തതാണ് ഉപകരണക്ഷാമത്തിലേക്ക് നയിച്ചത്. 21 സർക്കാർ ആശുപത്രികളിലായി 2025 മാർച്ച് 31 വരെ 152 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഇത് 29 കോടി രൂപയാണ്. കുടിശ്ശിക പൂർണ്ണമായും തീർക്കാത്ത പക്ഷം ഒക്ടോബർ 5-ന് ആശുപത്രികളിൽ നിന്നും ശേഷിക്കുന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകുമെന്നാണ് വിതരണക്കാർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ശ്രമം തുടരുന്നതിനിടയിലാണ് വിതരണ കമ്പനിക്കാർ കത്തു നൽകിയത്. ഉപകരണക്ഷാമം പരിഹരിക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപയും സംസ്ഥാന ധനകാര്യ വകുപ്പ് 50 കോടി രൂപയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആശുപത്രികളിലേക്ക് HILL-ൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ച് ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമം നടന്നുവരവെയാണ് ഉപകരണ വിതരണക്കാർ നൽകിയ കത്ത് ആരോഗ്യവകുപ്പിന് തിരിച്ചടിയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. ആഘോഷങ്ങൾക്കായി അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് വിശാലമായ വേദിയും പന്തലും ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി ഏറെ വിശാലമായ ഒരു വേദിയാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 1 ലക്ഷം പേർക്കിരിക്കാവുന്ന തരത്തിൽ അതിവിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. പ്രധാന വേദിയിലെ പന്തലിനു പുറമെ ഇരുവശങ്ങളിലുമായി അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശന സ്റ്റാളുകളുമുണ്ട്. 140 അടി നീളത്തിലും 35 അടി വീതിയിലുമാണ് പ്രധാന വേദി. ജന്മദിനാഘോഷ ദിവസം അമ്മ പങ്കെടുക്കുന്ന പ്രധാന പരിപാടികളൊക്കെയും അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഈ പ്രധാന വേദിയിലാണ് നടക്കുക. അമ്മയുടെ ദർശനത്തിനായി എത്തുന്നവർക്ക് വേദിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇരുവശങ്ങളിലുമായി പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. സ്റ്റേജ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരമാവധി ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും വളരെ സേഫായിട്ട് നിൽക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് അതിനുള്ള. സാധാരണ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു 100 പേരോ 50 പേരോ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്കൊരു 10-200 പേര് കയറി കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റി കാര്യങ്ങളും സേഫ്റ്റിയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വർഷത്തെ പ്രോഗ്രാം നമ്മളൊരു കാർബൺ ക്രെഡിറ്റ് എടുക്കാനുള്ള അതിനനുസരിച്ചുള്ള റീയൂസബിൾ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവ നടക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന എന്നിവയുൾപ്പെടെയുള്ള കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. അമൃതകീർത്തി പുരസ്കാര വിതരണം, നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം എന്നിവയും ഈ വേദിയെ ധന്യമാക്കും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച പ്രധാന വേദിയുടേതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഓരോ മേഖലയിലെയും വിദഗ്ധർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അമൃതപുരിയിൽ നിന്നും പ്രദീപ് ബാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.
പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസിവര്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ജന്മദിനാഘോഷമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരി നമഃ. അമ്മയുടെ 72ാം തിരുനാൾ സെപ്റ്റംബർ 27-ാം തീയതി ആഘോഷിക്കുകയാണ്. അമ്മ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച 1979 സെപ്റ്റംബർ മാസത്തിൽ. അമ്മ പറഞ്ഞു, ഇത് ഒരു കടലോര ഗ്രാമമാണ്, ഇവിടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ആ പിറന്നാളിന് വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം അത് ഞങ്ങൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ചു. അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടും ചെറിയൊരു ക്ഷേത്രവും ഒരു ചരിപ്പും മാത്രം ഉള്ള ഒരു കാലം. ധാരാളം കുട്ടികൾ അമ്മയോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ്, ഈ കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളാണ് അമ്മയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ട് അമ്മ ചിരിച്ചും കളിച്ചും അങ്ങനെ അങ്ങ് പോയി. അതാണ് 1979 ആദ്യമായി ആഘോഷിച്ച ജന്മദിനം അമ്മയുടെ. അന്നും ഇന്നും അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും എല്ലാ മക്കളും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ ജന്മദിനം തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവെങ്കിൽ പോലും അമ്മയുടെ സന്തോഷം മക്കളെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമല്ല, ആ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ 72ാം തിരുനാൾ ദിവസം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് അമ്മ ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓം അമൃതേശ്വരിയെ നമഃ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമാകുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ആശ്വാസകരമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരെത്തിച്ച് 10,000ങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള മഠം അമ്മയുടെ പിറന്നാൾ ആഘോഷം സഹായങ്ങളുടെ ഒരു കടലാക്കുകയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം 27-ന് അമൃതപുരിയിൽ ചേരുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുമായെല്ലാം ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഈ 72ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ജീവകാരുണ്യ പദ്ധതികൾക്ക്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവർക്ക് ഞങ്ങളുടെ ഒരു സഹായഹസ്തമുണ്ട്, ഞങ്ങളുടെ കരുതലും കൈത്താങ്ങുമുണ്ട് എന്ന് ഒരു മഠം പറയുമ്പോൾ
അത് ഏറ്റവും വലിയ ആശ്വാസകരമായി തന്നെ മാറുകയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരെത്തിച്ചു കൊടുത്തിട്ടുള്ള, പതിനായിരക്കണക്കായ മനുഷ്യർക്ക് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള മഠത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ വീണ്ടും അനേകായിരങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചേരുക തന്നെയാണ്. ജന്മദിനാഘോഷം എന്നാൽ സഹായത്തിൻ്റെ ഒരു കടലിനെ തന്നെ കാട്ടിക്കൊടുക്കലാണ്, കടലിനെ തന്നെ എടുത്ത് സ്ഥാപിക്കലാണ്, അല്ലെങ്കിൽ കടലിനെ ഒരു ജനമുമ്പാകെ അവതരിപ്പിക്കലാണ് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇത്തരം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ മഠത്തിന് കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളവരാണ് സഹായം അനിവാര്യമായി ഉള്ളവർ. ആ സഹായം അനിവാര്യമായി ഉള്ളവർക്ക് അവരിലേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനക്ഷേമകരമായ പ്രവർത്തനം തന്നെയാണ്. ആ വാക്കുകൾ കൊണ്ട് മാത്രം അതിനെ അടയാളപ്പെടുത്താൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. ബുദ്ധിമുട്ടുകളുടെ ആഴങ്ങളിൽ ഉള്ളവർക്ക് സഹായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ്. അനേക ലക്ഷങ്ങൾക്ക് ഈ സന്തോഷത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അമ്മയുടെ അല്ലെങ്കിൽ മഠത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും നേരുന്നു. ഈ മഹാസംഗമത്തിന്, ഈ മഹാസംരംഭത്തിന് എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവിടമായി അമ്മ കഴിഞ്ഞ 72 വർഷമായി ലോക ജനതയ്ക്കൊപ്പമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആത്മീയതയിലൂന്നി നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം അശരണരും പാവപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാരുണ്യം ചൊരുന്ന അമ്മയായി നമ്മളോടൊപ്പം നിൽക്കുന്നുവെന്നത് ഏറ്റവും വലിയ അനുഗ്രഹമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ 72ാമത് പിറന്നാൾ 27-ാം തീയതി കടന്നു വരികയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത നിറവുമായിട്ട് നമ്മളോടൊപ്പം അമ്മ കഴിഞ്ഞ 72 വർഷക്കാലമായിട്ടുണ്ട്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അമ്മയുടെ കാരുണ്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റവും ശ്രദ്ധേയമാണ്. ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നൽകി നമ്മളെ നേരായ ദിശയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോഴും അശരണരും പാവപ്പെട്ടവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയം എത്തിക്കുന്നതിനുള്ള കാരുണ്യവതിയായിട്ടുള്ള അമ്മയായി ഇപ്പോഴും നമ്മളിവിടെ അമ്മ നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ പുണ്യമായ സന്ദർഭത്തിൽ അമ്മയുടെ ജന്മദിന വേളയിൽ എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാനന്ന് അവിടെ ജന്മദിന പരിപാടികളിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുള്ള അമ്മയുടെ വിശ്വാസ ലോകത്തിനാകമാനം സന്തോഷം പകരുന്ന ദിവസമായിരിക്കും സെപ്റ്റംബർ 27. ആ ദിവസത്തിലും ആ സന്തോഷത്തിലും ഞാനും കൂടെ പങ്കുചേരുകയാണ്. അമ്മ ഇനിയും ഒരുപാട് നാൾ നമ്മളോടൊപ്പം തന്നെ നിന്ന് ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നാടിന് ആത്മീയവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും നൽകുന്ന വൻപിച്ച ഇനീഷ്യേറ്റീവ് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കുവൈറ്റിലെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഓണാഘോഷവും തിരുവല്ല ഫെസ്റ്റ് സെപ്റ്റംബർ 26-ന് ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അബ്ബാസിയിൽ നടക്കും. തിരുവല്ല ഫെസ്റ്റിൽ മലയാള ചലച്ചിത്ര സംവിധായകൻ ബ്ലസി മുഖ്യാതിഥിയാവും. ചലച്ചിത്ര പിന്നണി ഗായകൻ സുമേഷ് അയിരൂർ, ഫ്ലവേഴ്സ് TV പ്രിൻസ് ചൂർനാട് എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യയും കോമഡി ഉത്സവം സ്റ്റാർ RJ ജോബിയുടെ കോമഡി ഷോ DK ഡാൻസ് വോൾട്ട് കുവൈറ്റ് നയിക്കുന്ന ഡാൻസ് ഷോയും മറ്റു വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പ്രസിഡന്റ് ജെയിംസ് V കൊട്ടാരം, രക്ഷാധികാരി KS വർഗീസ്, ജനറൽ സെക്രട്ടറി റീജു അരീക്കര, ട്രഷറർ ബൈജു ജൂസ്, വനിതാവേദി സെക്രട്ടറി ലിജി ജിനു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അബുദാബിയിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബി ഓണം മൂട് 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ലൈഫ് കെയർ ഹോസ്പിറ്റൽ മുസഫയിലെ പാർട്ടി ഹാളിലായിരുന്നു ആഘോഷം. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി. മാവേലിയും അത്തപ്പൂക്കളവും സംഗീത വിരുന്നും വിഭവസമൃദ്ധമായ സദ്യയും നൃത്തപരിപാടികളോടുള്ള കലാപരിപാടികളും അരങ്ങേറി. പ്രസിഡന്റ് സമീർ കല്ലറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റാഷിദ് പൂമാടം സ്വാഗതവും ട്രഷറർ ഷിജിന കണ്ണൻദാസ് നന്ദിയും പറഞ്ഞു. ബുർജിൽ ഹോൾഡിംഗ്സ് റീജിയണൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നിവിൻ വർഗീസ്
വിൻസ്മേര ജ്വല്ലേഴ്സ് റീറ്റെയിൽ ഹെഡ് അരുൺ നായർ, ABC കാർഗോ ബ്രാഞ്ച് മാനേജർ സോനു സൈമൺ എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു. റസാഖ് ഒരുമനയൂർ, നിസാമുദ്ദീൻ, ലൈഫ് കെയർ ഹോസ്പിറ്റൽസ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ഷിഹാബ് എന്നിവർ പങ്കെടുത്തു. പ്രവാസികൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി, നോർക്ക അഡീഷണൽ സെക്രട്ടറി S. സിന്ധു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരും നോർക്ക കെയറുമായി ചേർന്നാണ് പദ്ധതി ആരംഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും പദ്ധതിയിലൂടെ ലഭിക്കും. നോർക്ക പ്രവാസി ID കാർഡോ സ്റ്റുഡന്റ് ID കാർഡോ ഉള്ളവർക്കോ മറ്റ് സംസ്ഥാനങ്ങളിലെ NRK കാർഡുള്ളവർക്കും പദ്ധതിയിൽ ചേരാൻ സാധിക്കും. രാജ്യത്തെ 16,000-ഓളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ പദ്ധതിയിലൂടെ നടപ്പാക്കും. UAE-യിലെ ചൂടുകാലത്തിന് വിരാമമാകുന്നു. തുടർ ദിവസങ്ങളിൽ പകൽ സമയത്തെ താപനിലയിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ രാത്രി സമയദൈർഘ്യം സമമായി വരുന്ന ദിവസമായ സെപ്റ്റംബർ 23 മുതൽ രാജ്യമെമ്പാടും ചൂട് ഗണ്യമായി കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. UAE-യിലെ കനത്ത ചൂടുകാലം അവസാനിക്കുകയാണ്. രാജ്യത്ത് വിനോദസഞ്ചാര സീസണും ഇതോടെ തുടക്കമാകും. നിലവിൽ രാത്രി സമയത്ത് രാജ്യമെമ്പാടും താപനിലയിൽ കുറവ് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക് പ്രദേശങ്ങളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ചൂട് കുറയുന്നതോടെ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകും. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെയുള്ള മിക്ക വിനോദസഞ്ചാര ഇടങ്ങളും സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പ്രവർത്തനം തുടങ്ങുന്ന ദിവസവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ 15 മുതൽ അടുത്ത വർഷം മെയ് 10 വരെ സന്ദർശകർക്കായി തുറക്കും. ആഗോള ഗ്രാമത്തിന്റെ 30ാം പതിപ്പാണ് ഇത്തവണത്തേത്. ഒക്ടോബർ 7 തീയതി മുതൽ ദുബായ് സഫാരി പാർക്ക് തുറക്കും. 3000-ലേറെ വന്യജീവികളെ അടുത്ത് കാണാനുള്ള അവസരമാണ് ദുബായ് സഫാരി ഒരുക്കുന്നത്. പൂക്കളുടെ അത്ഭുത ലോകം ദുബായ് മിറക്കിൾ ഗാർഡൻ സെപ്റ്റംബർ 29-നാണ് അതിഥികളെ സ്വീകരിച്ചു തുടങ്ങുക. ഡെസർട്ട് സഫാരി പോലുള്ള ആക്ടിവിറ്റികൾക്കായി ടൂർ ഏജൻസികൾ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദിയോർ പുരസ്കാരം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. പാരീസിൽ ഇന്ത്യൻ സമയം 12:30 ആണ് പ്രഖ്യാപനം. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ടീമിന്റെ സ്ട്രൈക്കർ ഉസ്മാനെ ഡംബലെയാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സീസണിൽ ടീമിനായി 35 ഗോളുകൾ ഫ്രഞ്ച് താരം നേടിയിട്ടുണ്ട്. ബാഴ്സലോണയിലെ ടീനേജ് താരം ലാമിൻ യമാൽ സാധ്യതയുള്ള മറ്റൊരു താരമാണ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.